ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഓഡിറ്റോറിയത്തിൽ പിന്നെ പള്ളിയിലച്ചന്മാരുടെ പ്രസംഗം അതേപോലെ കരോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വരിക്കേ പോയില്ല, നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ജിസ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഉച്ച കഴിഞ്ഞ് പിന്നെ പ്രൊസഷൻ്റെ കോമ്പറ്റീഷൻ ഉള്ളത് കാരണം നമ്മൾ അതേപോലെ ചിറകും പിന്നെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അവതാറിലെ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് സ്പ്രീതി എങ്ങോട്ടാണെന്നില്ലേ, അവളാണ് ഔസേ പിതാവായിട്ട് ഒരുങ്ങുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ ആണ്. ഔസേ പിതാവ് സ്പ്രീതി ആകുമ്പോൾ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഏഞ്ചൽ ആയിരിക്കുമല്ലോ മാതാവ്. സ്പ്രീതി കാണിക്കുന്ന മറ്റേ യേശു ക്രിസ്തുവിന്റെ കൈകൊണ്ടുള്ള സിമ്പിളാണ്. പക്ഷെ അവൾ കാണിക്കുമ്പോൾ അത് മറ്റേ പുരിഞ്ഞുളയ്ക്കുന്നത് പോലെയാണ്. ഇവിടെ പിന്നെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് പ്രൊസഷനുള്ളവരെ ഒരുക്കാൻ വേണ്ടി. സാന്റാക്ലോസ് ആയിട്ട് പിന്നെ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ സെക്കൻഡിലെ സഹിഷ്മയാണ്. ഈ പിങ്ക് ഉടുപ്പിട്ടേക്കുന്ന കുരുപ്പാണ് നമ്മുടെ ഇന്നത്തെ മൊത്തം വീഡിയോ എടുത്തേക്കുന്നത്. ശ്രീലക്ഷ്മി നന്ദനെ അതേപോലെ നമ്മുടെ സാരംഗിയാണ് രാജാക്കന്മാരായിട്ട് ഒരുങ്ങുന്നത്. പ്രീതി എന്തായാലും ഔസപിതാവായിട്ട് കലക്കിയിട്ടുണ്ടല്ലേ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നമ്മുടെ സ്പ്രീതി ഔസപിതാവായിട്ട് ഒരുങ്ങി വന്നിട്ട് ആദ്യം ചോദിച്ചത് എന്നെ കാണാൻ യേശുക്രിസ്തുവിനെ പോലെ ഉണ്ടോന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ അതെന്താടി അങ്ങനെ. അപ്പൊ അവള് പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിന്റെ അപ്പനല്ലേ, അപ്പ യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കണ്ടേന്ന്. അപ്പൊ ഞങ്ങൾ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി എടി അത് ദിവ്യഗർഭം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പ്രൊസഷന് വേണ്ടിയുള്ള ഫൈനൽ ലുക്ക്. അപ്പൊ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാതാവിനെ ഔസപിതാവിനെ ആയിരുന്നു. എല്ലാരും പിന്നെ ക്യാരക്ടറിലോട്ട് കടന്നപ്പോൾ അവരങ്ങനെ ജീവിക്കുമായിരുന്നു. ഇത് പിന്നെ ഞാൻ അറിയാതെ എൻ്റെ ആടുജീവിതം പകർത്തിയെടുത്ത നെസ്റിന്റെ കലാവിരുതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊസഷന് വേണ്ടി എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകിയ ആൾക്കാരുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാനൊരു ഫോൺ കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. ആലാഹയുടെ എന്തോ കളഞ്ഞു പോയെന്ന് തോന്നുന്നു. ഭയങ്കര സങ്കടം. കുറെ അധികം റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രം നമുക്ക് ജാഥ പോകാനൊക്കെ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. ഒന്ന് സ്പോട്ടിലായിട്ട് ജഡ്ജസ് ഒക്കെ മാർക്ക് ഇടാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളുടെ കാത്തുനിൽപ്പിന് വിരാമം ഇട്ടുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിച്ച് ഏറ്റവും നല്ല മാതാവിനും ഔസപിതാവിനും ഉള്ളത് നമുക്കാണ് അടിച്ചത്. അതേപോലെ തന്നെ ഏറ്റവും നല്ല ആട്ടിടയന്മാര്, അതേപോലെ രാജാക്കന്മാര്, പിന്നെ മാലാകന്മാര്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 4 പ്രൈസ് അടിച്ചെങ്കിലും പക്ഷെ ബെസ്റ്റ് പ്രൊസഷൻ നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര സീറോ കോസ്റ്റ് ആയിരുന്നു. അവസരം നമ്മൾ നാസിക് ഡോളിനൊപ്പം തുള്ളിക്കൊണ്ട് നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ സമാപിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ.